നമസ്കാരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന ആൾ, INTUCയുടെ സ്ഥാപക നേതാവ്, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകൾ രൂപീകൃതമാകുന്ന സമയത്ത് മുഖ്യമന്ത്രിയായിരുന്ന ആൾ, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് രൂപകൽപ്പന നടത്തിയ ആൾ. അങ്ങനെ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വ്യക്തിയിലേക്ക് കേരളം ചുരുങ്ങുകയും വിശാലമാകുകയും ചെയ്യുന്ന ഒരേയൊരു വ്യക്തിത്വം മാത്രമായിരുന്നു കേരളത്തിനുണ്ടായിരുന്നത്. അതൊരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിലേക്കും വിശാലമായി പടർന്ന് പന്തലിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ കിങ് മേക്കർ എന്നും ലീഡർ എന്നുമുള്ള വെളിപ്പേരുകൾ, മതേതരത്വത്തിന്റെയും ജാതിവെറിയുടെയും എല്ലാ ചിന്തകളെയും അകറ്റി തികഞ്ഞ കോൺഗ്രസുകാരനായി ജീവിച്ച അദ്ദേഹം സോഷ്യലിസം തന്റെ പേരിനൊപ്പം തന്നെ ചേർത്ത് പിടിക്കുകയും ജാതിവാൽ മുറിച്ചു കളയുകയും ചെയ്ത കേരള രാഷ്ട്രീയത്തിലെ അതികായൻ കെ കരുണാകരൻ. എന്തിന് കരുണാകരനെ കുറിച്ച് ഇത്രത്തോളം പറഞ്ഞു എന്നുള്ളത് ഇന്നത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാതെ പോയതും ഇതുപോലെ ഒരു നേതൃത്വമാണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. കോൺഗ്രസ് പാർട്ടിയിലുണ്ടായ വിഭാഗീയതയാണ് കരുണാകരൻ എന്ന രാഷ്ട്രീയ നേതാവിനെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തനാക്കി മാറ്റിയത്. ഒപ്പം കൂടെ കൂട്ടിയവരും ആഹാരം സ്വന്തം ഇലയിൽ നിന്ന് വാരിയെടുക്കാൻ അനുമതി കൊടുത്തുകൊണ്ട് കൂടെ കൊണ്ട് നടന്നവരും പിന്നിൽ നിന്ന് കുത്തിയപ്പോഴും ചാരക്കേസടക്കമുള്ള കേസുകളിൽ കുടുക്കി നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും കരുണാകരൻ എന്ന നേതാവ് മറ്റൊരു മുന്നണിയെയോ കോൺഗ്രസ് ഇതര രാഷ്ട്രീയത്തെയോ സ്വപ്നം കണ്ടിരുന്നില്ല. പകരം ഇന്ദിരാ കോൺഗ്രസ് എന്ന പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കിയാണ് മുന്നോട്ട് പോയത്. പക്ഷേ അധികകാലം ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. തനിക്കൊപ്പം ആന്റണി ഗ്രൂപ്പ് എന്ന നിലയിൽ കോൺഗ്രസ് വളർന്നുകൊണ്ടുമിരുന്നു. 2007 ഡിക് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന പാർട്ടി കോൺഗ്രസിൽ ലയിക്കുകയായിരുന്നു. കോൺഗ്രസ് പതാക നെഞ്ചേറ്റി ഭൂമി വിട്ടു പോകും വരെ കരുണാകരൻ എന്ന രാഷ്ട്രീയ നേതാവ് ലീഡറായി തന്നെ നിലനിൽക്കുകയായിരുന്നു. അക്കാലത്ത് അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചത് സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ തനിക്കെതിരെ തിരുത്തൽവാദം എന്ന പേരിൽ ഒരു നീക്കം നടത്തിയപ്പോഴായിരുന്നു. രമേശ് ചെന്നിത്തലയും AC മൊയ്തീനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ ഒത്തുകൂടിയപ്പോൾ കെ കരുണാകരൻ എന്ന ലീഡർ അപ്രസക്തനായി മാറിക്കഴിഞ്ഞു. അപ്പോഴും പിൻതലമുറയിലുള്ളവർ കോൺഗ്രസിൽ തന്നെ വിശ്വസിക്കണമെന്ന് കരുണാകരന് നിർബന്ധമുണ്ടായിരുന്നു. അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല. കാരണം വർഗീയ കക്ഷിയുടെ കൂടെ പോയത് കൊണ്ട് അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ബന്ധങ്ങളും അവസാനിച്ചിരിക്കും. അതിൽ കൂടുതലൊന്നും പറയാനില്ല. അല്ലാതെ കുടുംബത്തിലെ സഹോദരി ഇനിയിപ്പോൾ അങ്ങനത്തെ യാതൊരു സ്നേഹവും. പിന്നെ സ്വത്ത് തർക്കമൊന്നും ഞങ്ങൾ തമ്മിലില്ല. അച്ഛൻ അങ്ങനെ അധികം സമ്പാദിച്ചു തന്നിട്ടില്ല. അച്ഛൻ സമ്പാദിച്ചൊക്കെ എല്ലാവർക്കുമായിട്ട് തന്നിട്ടുണ്ട്. സ്വത്ത് തർക്കവുമില്ല, ഒരു തർക്കമില്ല. പക്ഷേ പാർട്ടിയെ ഒരു ഘട്ടത്തിൽ ചതിച്ചവരുമായിട്ട്, അത് സഹോദരിയാണെങ്കിൽ ഇനിയൊരു കോംപ്രമൈസ് 1% പോലും അവകാശപ്പെടാൻ പറ്റില്ല. 1% പോലും. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് സംഖ്യകൾ നിരങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒറ്റക്കെട്ടായി ഞങ്ങൾ അക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കും. സീനുകളൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ബന്ധം ഞാൻ പറഞ്ഞ പോലെ ആ ബന്ധം ഇനിയില്ല. അത് നല്ല കാര്യമാണ്. മത്സരിച്ചാൽ സംഭവം നോട്ടയ്ക്കാണോ കിട്ടുക, BJPക്കാണോ കിട്ടുക, അന്ന് നമുക്ക്. ഇതാണ് കെ മുരളീധരന്റെ പക്ഷം. ശരിക്കും അത് തന്നെയാണ്. കോൺഗ്രസ് പാർട്ടിയെ ജീവശ്വാസം പോലെ കൊണ്ടു നടന്ന മനുഷ്യനായ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയുമായി സന്ധി ചെയ്തുകൊണ്ട് അംഗത്വമെടുക്കാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിനവർക്ക് നിരവധി കാരണങ്ങളും പറയാനുണ്ട്. എന്തുകൊണ്ട് മറ്റൊരു പാർട്ടിയെ പത്മജ വേണുഗോപാൽ തെരഞ്ഞെടുത്തു? അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വനിതാ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ വേണ്ടി സ്ത്രീകൾ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിലാണ് പത്മജ വേണുഗോപാൽ ഇപ്പോൾ BJPയുമായി സന്ധി ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. നാളിതുവരെയായി കോൺഗ്രസ് പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന പത്മജയ്ക്ക് എന്താണ് ഇതുവരെയായി കോൺഗ്രസ് പാർട്ടി നൽകിയിട്ടുള്ളത്? പേരുദോഷവും എടുത്തുചാട്ടക്കാരി എന്ന പേരും മാത്രമല്ലാതെ മറ്റൊന്നും നൽകാൻ കോൺഗ്രസ് പാർട്ടി ഇതുവരെ തയ്യാറായിട്ടില്ല. പലപ്പോഴും ഈ നീരസം പത്മജ പൊതുധാരയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, കെ കരുണാകരനെ അദ്ദേഹത്തിന്റെ മരണശേഷം എടുത്തു പൊക്കി കൊണ്ടു നടക്കുന്ന കോൺഗ്രസുകാർ ആത്മവിമർശനം നടത്തുന്നത് നന്നായിരിക്കുമെന്നും പത്മജ തുറന്നടിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതിമയുടെ നിർമ്മാണത്തിനായി പിരിച്ച തുകയുടെ സിംഹഭാഗവും നേതൃത്വത്തിന്റെ കീശകളിലേക്കാണ് പോയത്. അദ്ദേഹത്തിനോട് ആത്മാർത്ഥതയുള്ള ഒരു നേതാക്കന്മാർക്കും ഇതൊന്നും ഭൂഷണമല്ലെന്നും പത്മജ പറഞ്ഞിരുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ അവഗണനയുണ്ടായി. ചിലരൊക്കെ ഒരു മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ കാലുവാരാൻ നോക്കി എന്നൊക്കെയുള്ള ചില പരാമർശങ്ങൾ കാണുകയുണ്ടായി. പക്ഷേ കോൺഗ്രസ് പാർട്ടി പത്മജയ്ക്ക് മുന്തിയ പരിഗണനയാണ് എല്ലാ കാലത്തും കൊടുത്തിട്ടുള്ളത്. കെ മുരളീധരൻ എന്ന പത്മജയുടെ സഹോദരന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ പത്മജ ചെയ്തത് കടുത്ത നടപടിയായി പോയല്ലോ എന്ന് ചിലർക്കെങ്കിലും തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ എന്തൊക്കെ പരിഗണനയാണ് കൊടുത്തത് എന്ന് ഒന്ന് തപ്പി നോക്കി. ആ സമയത്ത് കണ്ടത് ഇതൊക്കെയാണ്. 2004 മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിൽ പത്മജയെ നിർത്താനുള്ള സന്മനസ് കോൺഗ്രസുകാർ കാട്ടിയിരുന്നു. അതേസമയം അവിടെ നിന്നും ലോനപ്പൻ നമ്പാടനെ വിജയിപ്പിക്കുകയായിരുന്നു കോൺഗ്രസ് പാർട്ടി ചെയ്തത്.
CPM-ൽ നിന്നുള്ള ഈ ബാലാനന്ദൻ ഒഴികെ ഒരാൾ പോലും കോൺഗ്രസിൽ നിന്നല്ലാതെ വിജയിച്ചിട്ടില്ലാത്ത ഒരു മണ്ഡലത്തിൽ പത്മജ എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ളതും ചിന്തിക്കേണ്ടതാണ്. അതായിരുന്നു മുകുന്ദപുരത്ത് നിന്നുള്ള അവസാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. തുടർന്ന് ഒരു സ്ഥാനാർത്ഥിത്വത്തിന് പത്മജയ്ക്ക് 12 വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു. സുനിൽകുമാറിനെ 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നായിരുന്നു പത്മജ നിയമസഭയിലേക്ക് മത്സരിച്ചത്. കേരളമെങ്ങും ഇടത് തരംഗം വീശിയടിച്ച അക്കാലത്ത് പത്മജ സുനിൽകുമാറിനെതിരെ ഒരിക്കലും വിജയിക്കില്ലെന്ന് ഉറപ്പുണ്ടായതിനാലാണ് അങ്ങനെ ഒരു സീറ്റ് പത്മജയ്ക്ക് നൽകിയത്. 16% വോട്ടിന്റെ കുറവാണ് അന്ന് കോൺഗ്രസ് പാർട്ടിക്ക് നേരിടേണ്ടി വന്നത്. തുടർന്ന് മത്സരിപ്പിച്ചെങ്കിലും പി ബാലചന്ദ്രനോട് നേരിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പത്മജ പരാജയപ്പെടുകയായിരുന്നു. ഇതാണ് പത്മജ എന്ന കോൺഗ്രസ് നേതാവിന്റെ മത്സരങ്ങൾ. പിന്നീട് പത്മജ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഒതുക്കപ്പെടുകയായിരുന്നു. ബിന്ദു കൃഷ്ണയും ജബി മേത്തവും തുടങ്ങി നിരവധി മഹിളകൾ പാർട്ടിയിലെ വിവിധ സ്ഥാനങ്ങളിൽ നിറയുമ്പോഴും പത്മജ എന്ന ലീഡറുടെ മകൾ കോൺഗ്രസിന് അനഭിഹിതയായി മാറിക്കഴിഞ്ഞിരുന്നു. തിരസ്കാരത്തോടെ ഒരു പാർട്ടിയിൽ തുടരുന്നതോളം വരില്ല മറ്റൊന്നും എന്നുള്ള തിരിച്ചറിവാകാം ഇങ്ങനെ ഒരു നീക്കത്തിന് പത്മജയെ പ്രാപ്തയാക്കിയത്. ഇപ്പോൾ പത്മജയ്ക്ക് കൊടുത്തു എന്ന് മുരളീധരൻ തന്നെ അക്കമിട്ട് പറയുന്ന മുന്തിയ പരിഗണനയെക്കുറിച്ച് മനസ്സിലായി കാണുമല്ലോ. ഇനി അത് മാത്രമല്ല, സ്വന്തം അനുഭവത്തെക്കുറിച്ച് മുരളീധരൻ പറയുന്നത് ഇങ്ങനെയാണ്. 2011 വട്ടിയൂർക്കാവിൽ എന്നെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ആ നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെട്ട പഴയ തിരുവനന്തപുരത്തിൻ്റെ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് നിയോജകമണ്ഡലങ്ങൾ LDFൻ്റെ MLA-മാരായി. ആ സീറ്റിലാണ് ഞാൻ 16,000-ൽ പരം വോട്ടിന് വിജയിച്ചത്. ഞാൻ വടകരയിൽ ചെല്ലുമ്പോൾ രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും മരണത്തിനെ തുടർന്നുള്ള സിമ്പതിയിൽ പോലും LDF ജയിച്ച നിയോജകമണ്ഡലമായി. അത്രമല്ല, മുല്ലപ്പള്ളിയുടെ 2ാം വട്ട വിജയം 3000 വോട്ടിനാണ്. ആ 3000 വോട്ടിൽ ആ നിയോജകമണ്ഡലത്തിൽ നല്ല വേരോട്ടമുള്ള അന്നത്തെ JDU, ഇപ്പോൾ RJD-യാണ്, ആ പാർട്ടി മുന്നണി വിട്ട സമയത്താണ് ഞാനവിടെ മത്സരിക്കുന്നത്. അവിടെ 84,600 വോട്ടിന് എനിക്ക് ജയിക്കാൻ കഴിയും. അത് എൻ്റെ മിടുക്കുകൊണ്ടല്ല, UDF ഒറ്റക്കെട്ട എന്നോടൊപ്പം നിന്നതുകൊണ്ടും ആ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ എനിക്ക് അറിഞ്ഞു വോട്ട് ചെയ്തുകൊണ്ടാണ്. ഈ പറഞ്ഞതൊക്കെ മുരളീധരൻ എന്ന നേതാവ് വിജയിച്ചതിനെ കുറിച്ചാണ്. പക്ഷെ ഒരു കാര്യം കൂടി ഓർക്കണം. 2004-ൽ ആന്റണി മന്ത്രിസഭയിൽ KPCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചുകൊണ്ട് മന്ത്രിയായ ഒരു കാലത്തെക്കുറിച്ച് മുരളീധരൻ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അന്ന് വടക്കാഞ്ചേരിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അതിൽ മുരളീധരന് ദയനീയ പരാജയം വഴങ്ങേണ്ടി വന്നിരുന്നത് ഓർമ്മയുണ്ടാകുമല്ലോ. അതായത് കേരളത്തിലെ A ഗ്രൂപ്പ് മുരളീധരനെ ഒതുക്കി അവിടെ വോട്ട് മറിച്ചുകൊണ്ടാണല്ലോ താങ്കൾക്ക് പരിഗണന നൽകിയതെന്ന് കൂടി ചിന്തിക്കണം. അങ്ങനെ അവിടെ പരാജയപ്പെട്ട മുരളീധരനെ പിന്നെ മന്ത്രിസ്ഥാനത്തിരുത്താൻ കഴിയില്ലല്ലോ. അങ്ങനെ മന്ത്രിസ്ഥാനവും രാജിവെക്കേണ്ടി വന്നിരുന്നു. അതോടുകൂടി KPCC അധ്യക്ഷ സ്ഥാനവും നഷ്ടമായി കഴിഞ്ഞിരുന്നു. പിന്നീടാണ് കോൺഗ്രസിൽ നിന്ന് വിട്ടുമാറി മറ്റൊരു പാർട്ടി ഉണ്ടാക്കാൻ K കരുണാകരനും K മുരളീധരനും കൂടി ശ്രമിച്ചത്. അപ്പോൾ പാർട്ടി അർഹിക്കുന്ന പ്രാധാന്യം നൽകിയത് എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അവർ 2004-ൽ മുകുന്ദപുരത്ത് മത്സരിക്കുമ്പോൾ 999-ൽ അദ്ദേഹം 52,000 വോട്ടിന് ജയിച്ച നിയോജകമണ്ഡലത്തിലാണ് പത്മജയ്ക്ക് പാർട്ടി സീറ്റ് നൽകുകയും അവിടെ 1.5 ലക്ഷം വോട്ടിന് നമ്പാടനോട് പരാജയപ്പെട്ടു. നമ്പാടൻ തന്നെ ആ തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ് നടക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി. ഈ വോട്ടൊക്കെ എവിടുന്നാണ് വരുന്നത് എന്ന് അദ്ദേഹം ചോദിച്ച രംഗം അന്ന് ചാനലിൽ വന്നിരുന്നു. അതുപോലെ തന്നെയാണ് തൃശ്ശൂർ 2011-ൽ തേറമ്പിൽ രാമകൃഷ്ണൻ 12,000-ൽ പരം വോട്ടിന് ജയിച്ച നിയോജകമണ്ഡലത്തിൽ പത്മജയ്ക്ക് പാർട്ടി സീറ്റ് കൊടുത്തു. 7,000 വോട്ടിന് പരാജയപ്പെട്ടു. കഴിഞ്ഞ നിയമസഭയിൽ അതേ തൃശ്ശൂർ സീറ്റ് കൊടുത്തു. ത്രികോണ മത്സരത്തിൽ 1000 വോട്ടിന് പരാജയപ്പെട്ടു. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ചിലരൊക്കെ കാലുവാരാൻ നോക്കിയെന്ന് പറയുമ്പോൾ അങ്ങനെ ചില വ്യക്തികൾ കാലുവാരിയാൽ തോൽക്കുന്നതാണോ ഒരു തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ? അങ്ങനെയാണെങ്കിൽ എന്നെയൊക്കെ ഒരുപാട് പേര് വാരിയിട്ടുണ്ട്. ഞാൻ കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കാൻ പോയിട്ടില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ജനങ്ങളെ പൂർണ്ണമായിട്ടും നമ്മൾ ജനങ്ങൾക്ക് വിധേയരായ കാലുവാരൽ നടന്നു എന്ന് ഇപ്പോൾ പറയാൻ മുരളീധരന് കഴിയില്ല. കാരണം ഇനി അതിന് പ്രസക്തിയില്ല. പക്ഷെ എന്തുകൊണ്ടാണ് നേമത്തെ മത്സരിക്കാൻ പറഞ്ഞപ്പോൾ MP സ്ഥാനം രാജിവെച്ച് മത്സരിക്കാൻ തയ്യാറാകാതിരുന്നത് എന്നുകൂടി ആൾക്കാർ ചോദിച്ചു തുടങ്ങും. കൂടെ നിൽക്കുന്നവർ കാലുവാരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് മുരളീധരൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഈ ഭയം പത്മജയ്ക്ക് ആദ്യ ഘട്ടത്തിൽ മുകുന്ദപുരത്ത് മത്സരിച്ചപ്പോൾ തന്നെ മനസ്സിലായതാണ്.
അതുകൊണ്ട് പത്മജ ഇനിയും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒഴിവായത് എന്തുകൊണ്ടും ശരി തന്നെയാണെന്ന് പറയേണ്ടി വരും. മറ്റൊന്ന് തീർത്തും മൗലികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത്രയൊക്കെ വളർത്തി വലുതാക്കിയ പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഞാനൊരു ഘട്ടത്തിൽ കോൺഗ്രസ് വിട്ട് പോകേണ്ടി വന്നപ്പോൾ LDFും UDFും ഞങ്ങൾ എടുക്കാത്ത കാലത്ത് അന്ന് പോലും ഞാൻ BJP ആയിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അത് വേണമെങ്കിൽ ആ മുന്നണിയിൽ ചേരാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ കെ കരുണാകരൻ ഒരു കാലത്തും വർഗീയതയോട് സന്ധി ചെയ്യാത്ത ആളാണ്. അങ്ങനെയുള്ള കെ കരുണാകരൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ BJPക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അത് മതേതര വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖം നൽകുന്ന ഒരു കാര്യമാണ്. അത് ശരിയാണ്. പത്മജയ്ക്ക് വേണമെങ്കിൽ സജീവ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതിനായി പ്രഖ്യാപിക്കാമായിരുന്നു. കെ കരുണാകരനോട് ഒപ്പമുണ്ടായിരുന്ന ഇപ്പോൾ വിശുദ്ധവൽക്കരിക്കപ്പെട്ട പല നേതാക്കളും കാണിച്ചത് ഒരുപക്ഷെ കാലം പിന്നീട് അംഗീകരിക്കുമായിരിക്കും. പക്ഷേ കോൺഗ്രസ് എന്ന സംഘടനയിൽ നിന്നാണ് കരുണാകരൻ ജീവിച്ചത്. അദ്ദേഹം ശ്വസിച്ചിരുന്നത് പോലും കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വേണ്ടിയായിരിക്കും. ആ കുടുംബത്തിൽ നിന്ന് BJPയിലേക്ക് ചേക്കേറിയത് അദ്ദേഹത്തോട് തന്നെ ചെയ്യുന്ന നീതികേടായിരിക്കും. കാരണം കോൺഗ്രസ് പാർട്ടി ഇന്ന് നിലയില്ലാ കയത്തിൽ തന്നെയാണുള്ളത്. രാഷ്ട്രീയ മാന്യത കോൺഗ്രസ് പാർട്ടിക്ക് അവകാശപ്പെടാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നേതാക്കൾ തമ്മിൽ പോലും പരസ്പര ബഹുമാനം കാത്തുസൂക്ഷിക്കാൻ കഴിയാത്ത നിലയിലേക്ക് അത് അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി പത്മജ എന്ന നേതാവിനെ അല്ലെങ്കിൽ വ്യക്തിയെ BJPക്ക് കിട്ടുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുക എന്നുള്ളത് മുരളീധരൻ തന്നെ പറയും. പത്മജയെ എടുത്തുകൊണ്ട് കാൽ കാശിൻ്റെ ഗുണം BJPക്ക് കേരളത്തിലുണ്ടാവില്ല. എല്ലായിടത്തും BJPയെ ഞങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് തള്ളും. എന്തായാലും ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ നിലപാട്. കരുണാകരനോട് ചെയ്ത ചതിക്ക് മാപ്പ് നൽകാൻ കേരളത്തിലെ പലർക്കും കഴിയില്ല എന്ന് തന്നെയാണ് ചിന്തിക്കേണ്ടത്. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കണമെന്നുള്ളതും ഓരോ വ്യക്തികളുടെയും സ്വാതന്ത്ര്യമാണ്. എന്നാൽ ചിലർക്ക് അത്തരം സ്വാതന്ത്ര്യങ്ങളില്ല എന്നും മനസ്സിലാക്കി വേണം നേതാക്കൾ, പ്രത്യേകിച്ച് പത്മജയെ പോലുള്ള നേതാക്കൾ, മറുകണ്ഠം ചാടേണ്ടത്.